ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സദ്യക്കൊക്കെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഇഞ്ചി പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചി പച്ചടി അഥവാ ഇഞ്ചി തൈര് എന്നൊക്കെ പറയുന്ന ആ സൈഡ് ഡിഷ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഞാൻ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാൻ ചൂടായി കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 10 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ തിന്നായിട്ട് കട്ട് ചെയ്തതായിരിക്കണം കേട്ടോ. വളരെ തിന്നായിട്ട് കട്ട് ചെയ്താലാണ് നമ്മുടെ ചെറിയുള്ളി ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ ഇഞ്ചി പച്ചടിക്ക് ചെറിയുള്ളി തന്നെ വേണം കേട്ടോ. ചെറിയുള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു ചെറിയ കപ്പോളം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ പേസ്റ്റ് ഒന്നും എടുക്കണ്ട കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെയാണ്, ചോപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ ഇഞ്ചി പച്ചടിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അങ്ങനെ കിട്ടാൻ വഴിയില്ലെങ്കിൽ മാത്രം ജിഞ്ചർ പേസ്റ്റ് എടുത്താൽ കുഴപ്പമില്ല. എന്നാലും കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെയാണ്, ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട്. ഇത് നന്നായിട്ടൊന്ന് കളറ് മാറി നന്നായിട്ടൊന്ന് വെന്ത് ഇഞ്ചിയുടെ ആ ഒരു പച്ച മണോ ഉള്ളിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടണം കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇഞ്ചിയുടെ ഒരു കയ്പ്പ് രസമില്ലേ, അത് വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും ചെറിയുള്ളിയുടെയും കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറാവണം. കരിഞ്ഞു പോകരുത്. ഇത് ബ്രൗൺ കളറായിട്ട് വരണം. ഇഞ്ചിയും ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നന്നായിട്ട് വാടി വരണം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കണം എരിവിനാവശ്യമായ പച്ചമുളക്. ഞാനൊരു 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽ മുളകാണ്. ഞാനൊരു 3 വറ്റൽ മുളക് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെ ആ കയ്പ്പൊക്കെ ഒന്ന് മാറിക്കിട്ടണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ജീരകം പൊടിച്ചതാണ്. അത് ഞാനൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. ഇടിക്കല്ലിലിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വഴറ്റി കൊടുക്കാം. ചെറിയുള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. കാരണം നമ്മളിതിന് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തൈര് ചൂടോടെ ചേർത്ത് കൊടുത്താൽ തൈര് പിരിഞ്ഞു പോവും. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ചൊന്നിത് തണുക്കാൻ വയ്ക്കുക. തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അതിന് ശേഷം വേണം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ. നമുക്കിത് അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വെച്ചിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇഞ്ചിയും ചെറിയുള്ളിയും ഒക്കെ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 കപ്പ് നിറയെ തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരാണ് കേട്ടോ. അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇഞ്ചി പച്ചടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. സദ്യക്കൊക്കെ സ്പെഷ്യലായിട്ടുള്ള
ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇഞ്ചി തൈര് അഥവാ ഇഞ്ചി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സദ്യക്ക് വളരെ സ്പെഷ്യലാണിത്. ഇത് ഞാനിനി ഒരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. മൺചട്ടിയിൽ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. നമുക്കിതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ഇതാ ഞാൻ മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിന് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. മൺചട്ടിയിൽ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതാണ് ഞാൻ മൺചട്ടിയിലേക്ക് മാറ്റിയത്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സദ്യക്കൊക്കെ സ്പെഷ്യലായ നമ്മുടെ ഇഞ്ചി തൈര് ഇഞ്ചി പച്ചടി കണ്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.